നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ രക്ഷകളുണ്ടെങ്കിലും അതും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, ലൻ യുസീബന, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഈ തൗഹീദ് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ബാക്കിയുള്ളവർ പറയാറുണ്ട്, നിനക്ക് വലിയന്റെ പൊരുത്തക്കേട് കിട്ടിയതാണ്, നിനക്ക് ഔലിയാക്കളെ പൊരുത്തക്കേട് കിട്ടിയതാണ്, ബദരീങ്ങളെ പൊരുത്തക്കേട് കിട്ടിയതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതേപോലെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോ അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ അത് ശരിക്കും വിവരിച്ചു തരുന്നുണ്ട്. അവർ വന്നിട്ട് ഹൂദ് നബിയോട് പറയാൻ, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ നിന്നെ ബാധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന്, ദൈവങ്ങളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ നിന്നെ ബാധിച്ചിരിക്കുന്നു. അവരോട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ്, ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിക്കുക, നിങ്ങളും സാക്ഷികളായി കൊള്ളുക. ഇൻ അന്നീ ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി, നിങ്ങൾ അവന് പുറമെ പങ്കു ചേർക്കുന്ന നിങ്ങളുടെ ഇലാഹുകളുണ്ടല്ലോ, നിങ്ങളുടെ ആരാധ്യന്മാരുണ്ടല്ലോ, അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവരെ എനിക്ക് പേടിയില്ല, ഭയമില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖീദൂനി ജമീഅ നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരെ ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യുക, നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നതേയല്ല. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാൻ നിങ്ങളുടെയും എന്റെയും റബ്ബായ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണ്.